കേരളത്തിൽ ഏറ്റവും അധികം സ്ലീപ്പർ സെൽസുള്ള നായക നടൻ ആരാണെന്ന് എല്ലാവരോടും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറയുന്നത് മോഹൻലാൽ എന്നാണ്. പക്ഷേ ആ ചരിത്രം ഇന്നു മുതൽ മാറി എഴുതാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ജനപ്രിയ നായകനായിട്ടുള്ള മലയാളികൾ ഒരേപോലെ നെഞ്ചിലേറ്റി ഇത്രയും അധികം മലയാളികൾ ആരാധിക്കുന്ന മറ്റൊരു നടൻ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള പടം ഇന്ന് റിലീസായിട്ടുള്ളതാണ്. ആ സിനിമ ഫ്രഷ് ആയിട്ട് വന്ന് കണ്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടറാണ്. ദിലീപിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടൊരു താണ്ഡവമാണ് ഈ പടം മുഴുവൻ. അത് പടത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദിലീപ് നിറഞ്ഞാടിയിരിക്കുകയാണ്. ഇത് എമ്പുരാൻ പോലെ മോഹൻലാലിനെ അവിടെ ഇവിടെ കാണുന്ന പോലത്തെ ഒരു സിനിമയല്ല. ദിലീപ് എന്ന നായക നടന്റെ മുഴുവൻ കഴിവുകളും ആ ഡയറക്ടറും തിരക്കഥാകൃത്തും ഒക്കെ അത്രയും നല്ല രീതിയിൽ എഴുതിയേക്കുന്നുണ്ട്, കൃത്യമായി ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നടന്മാർ മുഴുവൻ ഈ സിനിമയിലുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം സിദ്ദിഖൊക്കെ എത്രയോ വലിയ ആക്ടറുകളാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ജീവിതത്തിൽ തന്നെ ഈ സിനിമയായിരിക്കും ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. കാരണം ഇത്രയും പടങ്ങൾ ധ്യാൻ ശ്രീനിവാസന്റെ അട്ടിപ്പിച്ച് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു പടത്തിലൂടെ ധ്യാൻ ശ്രീനിവാസൻ എന്ന ആ ഒരു മനുഷ്യന്റെ ഉള്ളിലെ കലാകാരനെയും ആ ഒരു നായക നടനെയും ആണ് ദിലീപേട്ടന്റെ സഹായത്തോടുകൂടി എടുത്ത് പുറത്ത് ചടിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ പോലെ ഇത്രയും വലിയൊരു ആക്ടറിനെ കൂടി അഭിനയിക്കുമ്പോൾ അവർക്കൊപ്പം ഒന്ന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസനും ഇതേപോലെ ഒരു കളി കളിച്ചാൽ പറ്റില്ല. അവർക്ക് നന്നായിട്ട് അഭിനയിച്ചേ പറ്റൂ. നമുക്കറിയാം 2017 രാമനീതി ഇറങ്ങിയതിന് ശേഷം ദിലീപിൻ്റെ ജീവിതത്തിൽ ഒരു ഹിറ്റ് പോലും ഉണ്ടായിട്ടില്ല. കാരണം ആ കേസുകളും ഒരുപാട് ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ദിലീപിൻ്റെ തലയിലേക്ക് വന്നിട്ട് ദിലീപിനെ വലിയൊരു കുറ്റക്കാരനാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം വേടൻ്റെയൊക്കെ കേസ് നമ്മളെല്ലാം കണ്ടതാണ്. വേടൻ കഞ്ചാവ് കേസിലെ പ്രതിയാണെന്ന് സമ്മതിച്ചിട്ട് വരെ കേരള ജനത മുഴുവൻ വേടനെ എടുത്ത് തലയിൽ കെട്ടിക്കൊണ്ട് നടന്നിരിക്കുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ദിലീപ് ഇതുവരെ തെറ്റ് സമ്മതിച്ചിട്ട് പോലില്ല. തെറ്റുകാരനാണ് ദിലീപ് പറഞ്ഞിട്ട് പോലില്ല. എന്നിട്ട് വരെ ദിലീപിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നടക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് എതിരാളികൾക്ക് കൊടുത്ത വലിയൊരു പ്രതികാരമാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ ഇന്ന് കേരള ജനതയ്ക്ക് മുഴുവനായി നൽകിയിരിക്കുന്നത്. So this film is going to be a huge hit in Kerala. Maybe ഇത് എനിക്ക് തോന്നുന്നു അതർ ലാംഗ്വേജിലേക്ക് വരെ എടുക്കാൻ ചാൻസ് ഉള്ള ഒരു പടമാണ്. കാരണം ഇതിനുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ കണ്ടന്റ്. ദിസ് ഇസ് നോട്ട് എ ലോക്കൽ കണ്ടന്റ് അറ്റ് ഓൾ. ദിസ് ഇസ് എൻ ഇന്റർനാഷണൽ കണ്ടന്റ് ആണ്. അതുകൊണ്ട് ഈ സിനിമ ഇന്ന് ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ. സോ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഇനി കൂടുതൽ പോസിറ്റീവ് റിവ്യൂസ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി വരാനുള്ളത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദ മാജിക് ഓഫ് ഫിലിം.